പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് സത്യം എന്താണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയെന്ന് ശശി തരൂർ. പാക് ഭീകരത ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശശി തരൂർ നയിച്ച പ്രതിനിധി സംഘം ദൗത്യം പൂർത്തിയാക്കിയ വേളയിലാണ് തരൂരിന്റെ പരാമർശം. 100 ജന്മം ജനിച്ചാലും തന്റെ രാജ്യത്തെ സ്നേഹിക്കുമെന്ന ആത്മാഭിമാനത്തോടെ കുറിപ്പും എക്സിൽ പങ്കുവച്ചാണ് ശശി തരൂർ ദൗത്യം പൂർത്തിയാക്കിയത്. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, അതൊരു വലിയ ശുഭപ്രതീക്ഷയാണ്. ഈ സംഘത്തിന് ലോകരാജ്യങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകരമുഖം തുറന്നു കാട്ടാൻ സഹായിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വളരെ ദൗത്യം പൂർത്തിയാക്കി സന്തോഷത്തോടെ തിരിച്ചെത്തുന്ന തരത്തിൽ തന്നെയാണ് തരൂരിന്റെ പരാമർശം. അദ്ദേഹം പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ നിന്നുമൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും വീണ, അദ്ദേഹം പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മാഭിമാനത്തോടെ താൻ ഒരു രാജ്യസ്നേഹിയായി തുടരുമെന്നൊരു മറുപടിയുണ്ട്. അതിന് കൃത്യമായ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് രാഹുലുമായുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് നൽകിയ മറുപടി, ഈ വിഷയങ്ങളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞത് ലോകരാഷ്ട്രങ്ങൾക്ക് എന്താണ് ഭാരതം മുന്നോട്ട് വെച്ച വിഷയമെന്ന് ബോധ്യപ്പെട്ടു എന്നാണ്. അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറുമായും അതുപോലെ തന്നെ ഭീകരർക്കെതിരായ സൈനിക നടപടികളും വളരെ കാര്യക്ഷമമായി ഭാരതം നടത്തുകയും അത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പല വിജയ ഘടകങ്ങളും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുമ്പോൾ, ഇന്ന് യാത്ര അവസാനിപ്പിച്ച് യാത്ര പൂർത്തിയാക്കി ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊളംബിയൻ സർക്കാരുമായുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അതായത് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനം അറിയിച്ച നിലപാടിനെ അതിശക്തമായി എതിർക്കുകയും ഭീകരതയെ കയറ്റി അയക്കുന്നവരും ഭീകരതയെ പ്രതിരോധിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെന്ന് കൊളംബിയൻ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ആ പരാമർശം പിൻവലിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഘടകം. മറ്റൊരു പ്രധാന വിഷയം അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്ക ഈ വിഷയത്തിൽ മധ്യവർത്തിയായിരുന്നു അല്ലെങ്കിൽ ഇടനിലക്കാരനായി എന്ന വാർത്തകൾ തെറ്റായി പ്രചരിച്ചതിനെതിരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതായത് ഭാരതത്തിന്റെ നിലപാട് ഭീകരതയ്ക്കെതിരാണ്. ഭീകരതയെ ഭാരതത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഭീകരതയ്ക്കെതിരെ സൈനിക നടപടി മാത്രമാണ് ഭാരതം ചെയ്യുക. ഭീകരതയെ ഭീകരത കൊണ്ട് നേരിടാൻ ഭാരതം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ നിലപാട് വസ്തുതാപരമായും ശരിയാണ് എന്ന് കൃത്യമായ നിലപാട് പറയുകയും ആ നിലപാട് ഏതെങ്കിലും രാജ്യങ്ങൾ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മധ്യസ്ഥ പ്രവർത്തനമല്ല എന്ന് തുറന്നടിക്കുകയും ചെയ്തു. അത് ട്രംപിനെ കൃത്യമായ മറുപടി തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു. അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. ട്രംപിനെ പോലുള്ള ഒരു ലോക നേതാവിനോട് കൃത്യമായ മറുപടി ഒരു ഡിപ്ലോമാറ്റിക് സെൻസിൽ തന്നെ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. മാത്രമല്ല അത് മാധ്യമപ്രവർത്തകരോട് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ട്രംപിന് കീഴടങ്ങി എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 5 രാഷ്ട്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു. 5 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം കുറിപ്പ്, അദ്ദേഹത്തിന്റെ എക്സിലെ കുറിപ്പ്, ഏറ്റവും മനോഹരമായ ഒരു കുറിപ്പ്, ഹിന്ദിയിലാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ഞാൻ 100 ജന്മം ജനിച്ചാലും സ്നേഹിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു. കൃത്യമായും രാജ്യസ്നേഹിയായ ആത്മാഭിമാന ബോധമുള്ള ഒരു ഡിപ്ലോമാറ്റിന്റെ വാക്കുകളും അതുപോലെ തന്നെ ആത്മാഭിമാന ബോധമുള്ള ഒരു സ്റ്റേറ്റ്സ്മാന്റെ വാക്കുകളും നമുക്കതിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ 5 രാഷ്ട്രങ്ങളും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ നയപരമായ ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ്. ഈ ബന്ധങ്ങളെല്ലാം തന്നെ അതിശക്തമായി ഊട്ടിയുറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ലോകത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനും പ്രയോജനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ഡെലിഗേഷനായി ശശി തരൂരിന്റെ ഡെലിഗേഷൻ മാറുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.